ഹായ്, ഫുട്ബോൾ പ്ലേയേഴ്സ് പലപ്പോഴും ഫേക്കിംഗ് മൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതായത് ബോഡി ഫേക്ക് ചെയ്ത് ഒരു പ്ലെയറിനെ സൈഡിലോട്ട് കൊണ്ട് ഡ്രിബിൾ ചെയ്ത് പോകാറുണ്ട്. ഇത് പ്ലേയേഴ്സ് ഒരുപാട് വട്ടം ചെയ്യും. പക്ഷേ പല പ്ലേയേഴ്സും ഈ ഫേക്കിംഗ് ഒരു പേരിന് വേണ്ടി ചെയ്യുകയാണ്. അതായത് ഞാനിത് ട്രെയിനിങ്ങിൽ പഠിച്ചു അതുകൊണ്ട് ചെയ്യും. അങ്ങനെയല്ല. ഒരു ഫേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, സപ്പോസ് ഞാൻ ഫേക്ക് ചെയ്യുന്നു, എൻ്റെ ഡിഫൻഡറിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിഫൻഡർ ഫേക്ക് ചെയ്യുമ്പോൾ അയാളെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു, അയാൾ ഓഫ് ബാലൻസ് വരുന്നു. അതായത് സപ്പോസ് ഒരു ഡിഫൻഡറിന് അയാളെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന അയാൾ ഓഫ് ബാലൻസ് വരുമ്പോഴാണ് പ്ലെയറിന് മറ്റേ സൈഡിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. പലപ്പോഴും പ്ലേയേഴ്സ് ചെയ്യുന്നത് ചില റൊണാൾഡോ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും പ്ലേയേഴ്സ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നു, പക്ഷേ ഡിഫൻഡർ അവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഡിഫൻഡറിനെ ഓഫ് ബാലൻസിലാക്കുന്നില്ല. ഓഫ് ബാലൻസിലാക്കിയില്ലെങ്കിൽ ഈ ഫേക്ക് കൊണ്ടൊരു ഗുണമില്ല. ഓഫ് ബാലൻസിലാക്കുമ്പോഴാണ് ആ സമയത്ത് ബോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. പക്ഷേ എപ്പോഴും ബോഡി നമ്മൾ ഒരുപാട് ഈ ഫേക്കിംഗ് ചെയ്യാറുണ്ട്, ഈ ഫേക്കിംഗ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തി ഓഫ് ബാലൻസിലാക്കിയാലേ നമുക്ക് മറ്റേ സൈഡിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഫുട്ബോളിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസ് കൊണ്ട് യാതൊരു ഗുണമില്ല, വെറും ഷോ ആയി മാറും. ഫുട്ബോളിൽ എല്ലാ പ്ലേയേഴ്സും ശ്രദ്ധിക്കേണ്ട ടിപ്പാണ്. വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം.